എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ആഴ്ച വളരെ ബുള്ളിഷ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത 3 കാര്യങ്ങൾ. ഒന്ന്, സാബ് 121 എന്നുള്ള അക്കൗണ്ടിങ് റൂള്, അതായത് ക്രിപ്റ്റോ പോളിസി, ബിറ്റ്കോയിൻ ബാങ്കുകൾക്ക് കസ്റ്റഡി ചെയ്യാൻ ഡിസ്കറേജ് ചെയ്യുന്ന SECയുടെ ക്രിപ്റ്റോ പോളിസി ക്യാൻസൽ ചെയ്യുക, റിപ്പീൽ ചെയ്യുക എന്നുള്ളത്. രണ്ടാമതായിട്ട് US ഒരു ബിറ്റ്കോയിൻ സ്ട്രാറ്റജിക് സ്റ്റോക്ക് പൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് ഇന്ത്യ ലൂമിൻസ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള പുതിയ ബിറ്റ്കോയിൻ വാങ്ങാനുള്ള ബിറ്റ്കോയിൻ ബില്ല് അപ്രൂവ് ചെയ്യുക എന്നുള്ളത്. ഇതിലെ 2 കാര്യങ്ങൾ, ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച ട്രംപ് നടപ്പിലാക്കിയിരിക്കുകയാണ്. ആ 2 കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. വീഡിയോ ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുക. ഒന്നാമതായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാബ് 121 എന്നുള്ള അക്കൗണ്ടിങ് പോളിസീസ്, അതായത് ബാങ്കുകൾക്ക് ഇതുവരെ ബിറ്റ്കോയിൻ ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള ക്രിപ്റ്റോ കറൻസികളാണെന്നുണ്ടെങ്കിലും കസ്റ്റഡി ചെയ്യുന്നതിന് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് ഒരുപാട് കോസ്റ്റ് ഉള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ അവർ ലയബിലിറ്റി ആയിട്ട് അക്കൗണ്ട് ചെയ്യുന്നത് കാരണം കൊണ്ട് തന്നെ ബാങ്കുകൾ ഇതുവരെ കസ്റ്റഡി ചെയ്യുന്നതിൽ നിന്നും പിന്മാറി നിൽക്കുകയാണ് ഉണ്ടായിരുന്നത്. ട്രംപ് വന്നതിന് ശേഷം ഈ ഒരു സാബ് 121 എന്നുള്ള ഈ ഒരു ക്രിപ്റ്റോ പോളിസി റിപ്പീൽ ചെയ്യപ്പെടുകയും ഇനി മുതൽക്ക് US ബാങ്കുകൾക്ക് വളരെ ഈസി ആയിട്ട് ക്രിപ്റ്റോ ബിറ്റ്കോയിൻ കസ്റ്റഡി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു പോളിസി അബോളിഷ് ചെയ്തുകൊണ്ട് ഇനി നടക്കാൻ പോകുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ US ഒരുപാട് കസ്റ്റഡി ബാങ്കുകളുണ്ട്. ഇപ്പോൾ ഈ കസ്റ്റഡി ബാങ്കുകളാണ് US സ്റ്റോക്കുകളാണെന്നുണ്ടെങ്കിലും ബോണ്ടുകൾ, അതേപോലെ തന്നെ ക്യാഷ് ഒക്കെ കസ്റ്റഡി ചെയ്യുന്നത്. ഉദാഹരണത്തിന് BNY മെലൻ, സ്റ്റേറ്റ് സ്ട്രീറ്റ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. JP മോർഗൻ ചേസ്, സിറ്റി ബാങ്ക്, HSBC, ഇത്തരത്തിലുള്ള വലിയ ഒരുപാട് ഹിസ്റ്റോറിക്കലി ഒരുപാട് ക്രെഡിബിലിറ്റി ഉള്ള, ഒരുപാട് ട്രാക്ക് റെക്കോർഡുള്ള വലിയ ബാങ്കുകളാണ് ഇത്തരത്തിലുള്ള അസറ്റ്സ് കസ്റ്റഡി ചെയ്യുന്നത്. ഇപ്പോൾ BNY മെലൻ കസ്റ്റഡി ചെയ്യുന്നത് $46 ട്രില്യൺ അസറ്റ്സ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ ബാങ്കുകൾക്ക് ബിറ്റ്കോയിനും മറ്റ് ക്രിപ്റ്റോ കറൻസികളും കസ്റ്റഡി ചെയ്യാൻ വളരെ ഈസി ആവുന്നതോട് കൂടിയിട്ട് ഒരുപാട് അഡ്വാൻറ്റേജസ് ആണ് ക്രിപ്റ്റോനെ, പൊതുവെ ബിറ്റ്കോയിനെ ബാധിക്കാൻ പോകുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു അഡോപ്ഷൻ ആയിരിക്കും ഇനി മുതൽക്ക് വരാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം ബിറ്റ്കോയിൻ വാങ്ങാനാണ് എന്നുണ്ടെങ്കിലും മറ്റുള്ള ക്രിപ്റ്റോ കറൻസികൾ വാങ്ങണം ഒക്കെ എന്നുണ്ടെങ്കിലും ഇപ്പോൾ കോയിൻ ബേസ് പോലുള്ള എക്സ്ചേഞ്ചുകളിനെ, അതേപോലെ തന്നെ മറ്റുള്ള എക്സ്ചേഞ്ചുകളിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഇനി മുതൽക്ക് US ആളുകൾക്ക് അവർക്കൊരു ഏത് ബാങ്കിലാണോ അക്കൗണ്ട് ഉള്ളത് അത് വഴി തന്നെ അവർക്ക് ആ ബാങ്ക് തന്നെ അവരുടെ ക്യാഷും സ്റ്റോക്കും കാര്യങ്ങളൊക്കെ കസ്റ്റഡി ചെയ്യുന്ന അതേ ബാങ്കുകളിലൂടെ തന്നെ അവർക്ക് ബിറ്റ്കോയിൻ വാങ്ങാൻ പറ്റും. എക്സ്ചേഞ്ചുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ബാങ്കുകൾക്ക് ഒരുപാട് ക്രെഡിബിലിറ്റി ഉണ്ട്, അല്ലേ? അപ്പോൾ ഒരുപാട് അഡോപ്ഷൻ കൂടാൻ ഈ ഇത്തരത്തിലുള്ള ബാങ്കുകൾ ഈ ഒരു മാർക്കറ്റിലോട്ട് വരുന്നതോട് കൂടിയിട്ട് ബിറ്റ്കോയിൻ്റെ അഡോപ്ഷൻ ആണെന്നുണ്ടെങ്കിലും പൊതുവെ ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിലുള്ള ഒരു അഡോപ്ഷൻ ആണെന്നുണ്ടെങ്കിലും US വളരെ വലിയ രീതിയിൽ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോയിൻ ബേസ് ആണ് ഇപ്പോൾ നിലവിൽ ഒട്ടുമിക്ക എല്ലാ ETF ആണെന്നുണ്ടെങ്കിലും ഒട്ടുമിക്ക എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഒട്ടുമിക്ക എല്ലാ ബിറ്റ്കോയിൻ പർച്ചേസ് ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളുടെ ബിറ്റ്കോയിൻ ആണ് എന്നുണ്ടെങ്കിലും എല്ലാം കോയിൻ ബേസ് ആണ് കസ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ കോയിൻ ബേസിന് എന്തെങ്കിലും സംഭവിച്ചു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു മൊത്തത്തിലുള്ള ഒരു ബിറ്റ്കോയിൻ ആണെന്നുണ്ടെങ്കിലും മൊത്തത്തിലുള്ള ഒരു മാർക്കറ്റിനെ തന്നെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ബാങ്കുകൾ, ഇത്തരത്തിലുള്ള റിസ്ക് ഒരുപാട് ബാങ്കുകളിലോട്ട്, ഒരുപാട് എൻറ്റിറ്റികളിലോട്ട് ഡൈവേഴ്സിഫൈ ആയി പോകുന്നത് കാരണം കൊണ്ട് തന്നെ അവിടെ ഒരു സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലിയർ ഇല്ല എന്നുള്ളതാണ് ഇനി മുതൽക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വരുന്ന മാസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ ബാങ്കുകൾ ബിറ്റ്കോയിൻ കസ്റ്റഡി ചെയ്യുന്നതിലൂടെ ഒരു സിംഗിൾ എൻറ്റിറ്റി ഒരുപാട് ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്നതിന് പകരം ഒരുപാട് ബാങ്കുകൾ കസ്റ്റഡി ചെയ്യും എന്നുള്ളതാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കുറച്ചും കൂടി റെഗുലേറ്റഡ് ആവും. അതേപോലെ തന്നെ ബാങ്കുകൾ ബിറ്റ്കോയിൻ കസ്റ്റഡി ചെയ്യുന്ന സമയത്ത് ആ ബാങ്കുകൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു $1 മില്യൺ ബിറ്റ്കോയിൻ ഇപ്പോൾ നമുക്ക് അക്കൗണ്ടുള്ള ഒരു ബാങ്കിൽ കസ്റ്റഡി ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു അസറ്റ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ലോൺ എടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ബാങ്കിൽ ഗോൾഡ് ലോക്കറിൽ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണോ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ആ ബാങ്ക് ലോൺ തരുന്നത്, അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ബാങ്കുകൾ ബിറ്റ്കോയിൻ കസ്റ്റഡി ചെയ്യുന്ന സമയത്ത്
ആ ഒരു അസറ്റ്സിന് ബിറ്റ് കോയിൻ എഗെയിൻസ്റ്റ് ആയിട്ട് അതിൻ്റെ ഓണേഴ്സിന് ലോൺ എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള കോയിൻ ബേസിനെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്യേണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ബാങ്കുകൾ ഇത്തരത്തിലുള്ള ഒരു മേഖലയിലോട്ട് കടന്നു വരുന്നതോട് കൂടിയിട്ട് ഈ ഒരു മാർക്കറ്റ് കുറച്ചും കൂടി മെച്യൂർഡ് ആവും, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ക്രെഡിബിലിറ്റി കൂടും. അത് കൂടുതൽ ബിറ്റ് കോയിൻ്റെ അഡോപ്ഷനും കാര്യങ്ങളും കൂടാൻ സഹായിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. സോ ഇത് കാരണം കൊണ്ടാണ് മൈക്കൽ സെയ്ലർ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതായത് ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഒരു 500,000 അല്ല, ഒരു $5 million വരെ പോകാൻ സഹായിക്കുന്ന 3 കാര്യങ്ങളിൽ ഒന്നാണ് ഈ ഒരു SAB 121, അല്ലെങ്കിൽ ബാങ്കുകൾ ബിറ്റ് കോയിൻ കസ്റ്റഡി ചെയ്യാൻ തുടങ്ങുക എന്ന് പറയുന്നത്. മറ്റുള്ള 2 കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ETF, FASB ഇത്തരത്തിലുള്ള റൂൾസുകളാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ETF വന്നതോടുകൂടിയിട്ട് എത്രമാത്രം ഡിമാൻഡാണ് US ബിറ്റ് കോയിൻ ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞൊരു 1 year കൊണ്ട്, ഈവൻ കഴിഞ്ഞൊരു 20 വർഷം കൊണ്ട് ഗോൾഡിലോട്ട് വന്നിട്ടുള്ള ഇൻഫ്ലോനേക്കാളും കൂടുതൽ ഇൻഫ്ലോ ആണ് ബിറ്റ് കോയിനിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ETF വലിയ രീതിയിലുള്ള ഒരു ഗെയിം ചേഞ്ചറാണ് ബിറ്റ് കോയിനെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ FASB റൂൾ, ഇനി അക്കൗണ്ടിങ് റൂൾസ് കാര്യങ്ങൾ കുറച്ചും കൂടി ഫേവറബിൾ ആയത് കാരണം കൊണ്ട് തന്നെ ഒരുപാട് ക്രിപ്റ്റോ ബിറ്റ് കോയിൻ കമ്പനീസ് വാങ്ങാനും തുടങ്ങും. അതേപോലെ തന്നെ മൂന്നാമതായിട്ടുള്ള വലിയൊരു കാറ്റലിസ്റ്റാണ് ഈ ഒരു SAB 121 എന്ന് പറയുന്ന ഈ ഒരു അക്കൗണ്ടിങ് പോളിസി റിപ്പീൽ ചെയ്യപ്പെട്ടത്. ഓക്കെ, ഇത് വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഈ ഒരു ആഴ്ച തന്നെ നടന്നത് വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായിട്ട് കഴിഞ്ഞ ആഴ്ച നടന്ന വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ട്രംപ് വന്നതിന് ശേഷം ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പാസ്സാക്കിയിട്ട് യുഎസിനെ ഒരു ബിറ്റ് കോയിൻ ക്യാപിറ്റലാക്കി മാറ്റാനും US ഒരു ക്ലിയർ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ക്രിപ്റ്റോ മേഖലയിൽ കൊണ്ടുവരാനും സ്റ്റേബിൾ കോയിൻസിൻ്റെ അതേപോലുള്ള മറ്റുള്ള ക്രിപ്റ്റോ ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരുത്താനും, അതിനോടൊപ്പം തന്നെ ഒരു ഡിജിറ്റൽ അസറ്റ് സ്റ്റോക്ക് പൈൽ ക്രിയേറ്റ് ചെയ്യാനും ഉള്ള ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പാസ്സാക്കിയിരിക്കുകയാണ് ട്രംപ്. സോ ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ നിങ്ങൾക്ക് ഇവിടെ whitehouse.gov എന്നുള്ള ഒരു വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റും. സോ എല്ലാവരും ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വായിക്കണം. അത് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓർഡറോ ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ഇതിൻ്റെ ഒരു സമ്മറി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ട്രംപ് ഇലക്ഷൻ ക്യാമ്പയിനിൽ പറഞ്ഞതുപോലെ തന്നെ, അതായത് US ഒരു ക്രിപ്റ്റോ ക്യാപിറ്റലാക്കി മാറ്റുക എന്നുള്ള ഒരു മെയിനായിട്ടുള്ളൊരു ഒബ്ജക്റ്റീവാണ് ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും. അതായത് മെയിനായിട്ടുള്ള കീ പോയിൻറ്റ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും, ഈ ക്രിപ്റ്റോ കറൻസികളുടെ ഗ്രോത്തും ഡിജിറ്റൽ അസറ്റ്സിൻ്റെ ഗ്രോത്തും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു CBDC ക്രിയേറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്യുക, പകരം $, ബാക്ക്ഡ് ആയിട്ടുള്ള സ്റ്റേബിൾ കോയിൻസിനെ ലീഗലൈസ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇപ്പോൾ ബൈഡൻ അഡ്മിനിസ്ട്രേഷനുള്ള സമയത്ത് ഓപ്പറേഷൻ ചോക്ക് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് ബാങ്കിങ് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ക്രിപ്റ്റോ മേഖലയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഒരു ഷാഡോ ബാൻ, ബാങ്കിങ് മേഖലയിലുള്ള ബാങ്കുകളെല്ലാം, അതായത് ഒഫീഷ്യലി അല്ലെന്നുണ്ടെങ്കിലും ക്രിപ്റ്റോ ആയിട്ട് ഒരു സപ്പോർട്ടും കൊടുക്കാത്ത ഒരു സ്ഥിതിയായിരുന്നു ബൈഡൻ അഡ്മിനിസ്ട്രേഷനുള്ള സമയത്ത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടി അയവ് വരുത്തുക, ബാങ്കുകൾ കുറച്ചും കൂടി ക്രിപ്റ്റോ ഫ്രണ്ട്ലി ആവുക, ക്രിപ്റ്റോ കമ്പനികൾക്കെല്ലാം ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള ബാങ്കിങ് സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇത് ഫെയർ ആക്സസ് ടു ബാങ്കിങ് സർവീസസ്, അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇപ്പോൾ കഴിഞ്ഞ അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഗാരി ഗൻസിലറിൻ്റെ നേതൃത്വത്തിലുള്ള SEC ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ക്രിപ്റ്റോ കറൻസികളെയും ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഇപ്പോൾ ഒരുപാട് ലോ സ്യൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ലോ സ്യൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ക്രിപ്റ്റോ കമ്പനികൾക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു റെഗുലേഷൻ ഇല്ല. ഓക്കെ, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ ഒരു റൂൾസ്, ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് റെഗുലേഷൻ ഉണ്ട്, ഒരുപാട് ലോസ് ഉണ്ട്. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള SECക്ക് അതിൽ ഇടപെടാം. പക്ഷേ ഇത്തരത്തിൽ ക്രിപ്റ്റോ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ളൊരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇല്ല. പക്ഷേ അത് പ്രൊവൈഡ് ചെയ്യുന്നതിന് പകരം അതിനെ ടാർഗറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പകരം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആദ്യം ഒരു ക്ലിയർ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോകുന്ന സമയത്ത് അവർക്കെതിരെ നിയമ നടപടികൾ എടുക്കുക എന്നുള്ളതാണ്
അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു വഴി എന്നുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് റൂൾസ് ആൻഡ് റെഗുലേഷൻസും റെഗുലേറ്ററി ഒരു ഫ്രെയിം വർക്ക് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇതുവരെ സീസ് ചെയ്ത അസറ്റ്സിൽ ഇപ്പോൾ US കയ്യിൽ ഒരുപാട് ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള കുറേ ക്രിപ്റ്റോ കറൻസികൾ അവർ ഹാക്കിങ്ങിലൂടെയും മറ്റും കേസിലൂടെയെല്ലാം സീസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്രിപ്റ്റോ കറൻസികളുണ്ട്. ഏകദേശം ഒരു $21 ബില്യൺ വർത്ത് ഓഫ് ഡിജിറ്റൽ അസറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സീസ് ചെയ്തിട്ടുള്ള ഡിജിറ്റൽ അസറ്റ്സിൽ നിന്ന് ഏതൊക്കെ ഡിജിറ്റൽ അസറ്റ്, അതിപ്പോൾ ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഡിജിറ്റൽ അസറ്റ് എന്നാണ് പൊതുവേ പറഞ്ഞിരിക്കുന്നത്, അതായത് ബിറ്റ്കോയിൻ എന്ന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ അസറ്റ്സിൽ നിന്ന് ഏതൊക്കെയാണ് ഒരു ഒഫീഷ്യൽ ഡിജിറ്റൽ അസറ്റ് സ്റ്റോക്ക് പൈലിലോട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാളിഫൈ ആകുന്ന അസറ്റ്സിനെ സെലക്ട് ചെയ്തിട്ട് ഒരു ഒഫീഷ്യലായിട്ടുള്ള ഡിജിറ്റൽ അസറ്റ് സ്റ്റോക്ക് പൈൽ ക്രിയേറ്റ് ചെയ്യാനും ഉള്ള ഒരു ഉത്തരവാണ് ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൻ്റെ ഫൈനൽ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് 6 മാസമാണ്. ആദ്യത്തെ 30 ദിവസം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രഷറി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ്, SEC പോലുള്ള ഏജൻസികൾ ഈ ഒരു മേഖലയെ കുറിച്ചിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ, ഇതുവരെയുള്ള ഓർഡേഴ്സ് കാര്യങ്ങൾ, റെഗുലേഷൻ കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. അതേപോലെ തന്നെ 60 ദിവസത്തിൻ്റെ ഉള്ളിൽ ഏതൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ റെഗുലേഷൻ, ഏതൊക്കെ പോളിസി കാര്യങ്ങൾ എല്ലാം അമെൻഡ് ചെയ്യാനുണ്ട്, ഏതൊക്കെ കാര്യങ്ങൾ മോഡിഫൈ ചെയ്യാനുണ്ട്, അഡോപ്റ്റ് ചെയ്യാനുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടാക്കുക. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അടുത്ത 6 മാസത്തിൻ്റെ ഉള്ളിൽ പാസ്സാക്കുക എന്നുള്ളതാണ്, നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ടിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡറിൻ്റെ ഫൈനൽ ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പാസ്സാക്കിയിട്ടും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ ആണ് എന്നുണ്ടെങ്കിലും മറ്റുള്ള ക്രിപ്റ്റോ കറൻസികൾ, ആൾട്ട് കോയിൻസ് ആണ് എന്നുണ്ടെങ്കിലും വളരെ വലിയ രീതിയിലൊന്നും പ്രൈസ് മുകളിലോട്ട് പോയിട്ടില്ല. ഇൻഫാക്റ്റ് താഴോട്ട് വരികയാണ് ചെയ്തിട്ടുള്ളത്. ഇതിനുള്ള റീസൺ എന്ന് പറയുന്നത്, ബിറ്റ്കോയിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഒരുപാട് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഒരുപാട് ആളുകൾ എസ്പെഷ്യലി ബിറ്റ്കോയിൻ കമ്മ്യൂണിറ്റി എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇതുവരെ US സീസ് ചെയ്തിട്ടുള്ള അസറ്റ്സിൽ ബിറ്റ്കോയിൻ മാത്രം ഒരു ഡിജിറ്റൽ ഒരു ബിറ്റ്കോയിൻ റിസർവ് അസറ്റാക്കി മാറ്റും, അല്ലെങ്കിൽ ഒരു ബിറ്റ്കോയിൻ സ്ട്രാറ്റജിക് സ്റ്റോക്ക് പൈൽ, ഇപ്പോൾ ട്രംപ് ഈ പറഞ്ഞ ക്യാമ്പയിനിൽ പറഞ്ഞ പോലെ ബിറ്റ്കോയിനെ ഒരു സ്ട്രാറ്റജിക് സ്റ്റോക്ക് പൈൽ ആയിട്ട് കൺവേർട്ട് ചെയ്യും എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ എന്ന് എവിടെയും സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. അത് കാരണം കൊണ്ട് തന്നെ ബിറ്റ്കോയിൻ കമ്മ്യൂണിറ്റി ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ്. ഈവൻ ദോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ US സീസ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് അസറ്റ്സിൻ്റെ പോർട്ട്ഫോളിയോയിൽ 98% ബിറ്റ്കോയിൻ തന്നെയാണ്. പക്ഷേ ഈ ഒരു ബിറ്റ്കോയിനെ മൊത്തത്തിൽ ക്രിപ്റ്റോ അസറ്റ്സ്, ഡിജിറ്റൽ അസറ്റ് എന്ന് മൊത്തത്തിൽ പറഞ്ഞതുകൊണ്ട് തന്നെ ബിറ്റ്കോയിൻ കമ്മ്യൂണിറ്റി ഇതിൽ ഒരുപാട് ഡിസപ്പോയിൻറ്റഡ് ആണ്. ഇപ്പോൾ നമ്മൾ ട്വിറ്ററെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിബേറ്റ് നടക്കുന്നത് കാണാൻ സാധിക്കും. അതായത് ഒരു രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ റിസർവ് അസറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സിംഗിൾ അസറ്റ് ആയിരിക്കണം, അല്ല. അതായത് ഇപ്പോൾ US അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ഗോൾഡ് ഒരു റിസർവ് അസറ്റായിട്ട് കീപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ബാക്കിയുള്ള ഇപ്പോൾ അയണും കോപ്പറും സ്റ്റീലും മറ്റുള്ള മെറ്റലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതേപോലെയാണ് ഇത് എന്നുള്ളതാണ് പല ആളുകളും പറയുന്നത്. അതായത് ഇപ്പോൾ ബിറ്റ്കോയിൻ ഒരു റിസർവ് അസറ്റാക്കി ഇൻക്ലൂഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ എന്തിനാണ് ബാക്കിയുള്ള ക്രിപ്റ്റോ കറൻസികൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, മറ്റുള്ള എല്ലാ ക്രിപ്റ്റോ കറൻസികളും ലോങ് ടേമിൽ ബിറ്റ്കോയിനുമായിട്ട് അണ്ടർ പെർഫോം ചെയ്യുകയാണ്, അതുമായിട്ട് ഡിമോണിറ്റൈസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അത് മാത്രമല്ല, ഒട്ടുമിക്ക പല ക്രിപ്റ്റോ കറൻസികളും 100% സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസികളാണ്. അപ്പോൾ ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസികളെല്ലാം ബിറ്റ്കോയിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ പൊതുവെ ബിറ്റ്കോയിൻ കമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഡിബേറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ട്വിറ്ററിൽ കാണാൻ സാധിക്കും. പക്ഷേ എന്നിരുന്നാലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഡിജിറ്റൽ അസറ്റ് സ്റ്റോക്ക് പൈലായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും അതിൽ 98% ബിറ്റ്കോയിൻ തന്നെയാണ്. അപ്പോൾ ഇത് ഓവറോൾ നമ്മൾ എങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ബാക്കിയുള്ള ക്രിപ്റ്റോ കറൻസികളും US ഹോൾഡ് ചെയ്തുകൊണ്ട് ബിറ്റ്കോയിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ബിറ്റ്കോയിൻ ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ്. പക്ഷേ എന്നാലും ഈ ഒരു മൊത്തത്തിലുള്ള ഒരു ബിറ്റ്കോയിൻ കമ്മ്യൂണിറ്റി ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിന് ഭയങ്കര വെൽക്കമിങ് ആയിട്ടല്ല സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് മറ്റുള്ള ആൾട്ട് കോയിൻസിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, ഇപ്പോൾ ആൾട്ട് കോയിൻസിൻ്റെ മേഖലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസും താഴോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിനുള്ള റീസൺ എന്ന് പറയുന്നത്, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ആൾട്ട് കോയിൻസും അതായത് പല കാറ്റഗറിയിലുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു ഡേവിഡ് സാക്സ് പറയുന്നത്, അതായത് ഈ ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി പറയുന്നത്, ഈ ഒരു ക്രിപ്റ്റോ റെഗുലേഷൻ വരുന്നതോട് കൂടിയിട്ട് തന്നെ
ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി വരും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ക്രിപ്റ്റോ കറൻസികളും ഒരേ കാറ്റഗറിയിലുള്ളതല്ല. അതായത് പല ക്രിപ്റ്റോ കറൻസികളും ഒരു സെക്യൂരിറ്റീസാണ്. അതേപോലെ തന്നെ ചില ക്രിപ്റ്റോ കറൻസികൾ ഇപ്പോൾ ബിറ്റ്കോയിൻ പോലുള്ള, ഇപ്പോൾ ഓൾറെഡി ETF കാര്യങ്ങളൊക്കെ വന്നത് കാരണം കൊണ്ട് തന്നെ ഇത്തേരിയം പോലുള്ള ക്രിപ്റ്റോ കറൻസികൾ ഒരു കമ്മോഡിറ്റി ആയിട്ട് കാറ്റഗറൈസ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ അപ്പോൾ അത്തരത്തിലുള്ള കമ്മോഡിറ്റി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ക്രിപ്റ്റോ കറൻസികൾക്ക് ഇപ്പോൾ ഗോൾഡിന് എന്താണ് റെഗുലേഷൻ, അത്തരത്തിലുള്ള ഒരു റെഗുലേഷൻ ആയിരിക്കും. അതേപോലെ തന്നെ സെക്യൂരിറ്റി ആയിട്ട് ഉള്ള ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സെക്യൂരിറ്റി ആയിട്ട് ഉള്ള കാറ്റഗറിയിലുള്ള ക്രിപ്റ്റോ കറൻസികൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെയാണ് ഒരു ഷെയറിനുള്ള റെഗുലേഷൻ ഉള്ളത്, അതേപോലുള്ള റെഗുലേഷൻ ആയിരിക്കും വരുന്നത്. അതേപോലെ തന്നെ ഒരുപാട് സ്റ്റേബിൾ കോയിൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റേബിൾ കോയിൻസിന് ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള റെഗുലേഷൻ ആയിരിക്കും. അതേപോലെ തന്നെ ബാക്കിയുള്ള മീം കോയിൻസ് കാര്യങ്ങൾ, NFT കാര്യങ്ങൾ, ഇതെല്ലാം ഒരു കളക്റ്റിബിൾ ആയിട്ടാണ് ഉള്ളൊരു കാറ്റഗറിയിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ കാറ്റഗറിയിലുള്ള ഓരോ ക്രിപ്റ്റോ കറൻസിക്കും ഓരോ ഡിഫറൻ്റ് ആയിട്ടുള്ള റെഗുലേഷനാണ്. അതിലും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ മൊത്തത്തിൽ ഉള്ളൊരു വെയ്ഗായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓർഡറാണ്. അത് ക്ലിയർ ആയിട്ടുള്ളൊരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് ബിറ്റ്കോയിനെ സംബന്ധിച്ചിടത്തോളമാണ് എന്നുണ്ടെങ്കിലും ആൾട്ട് കോയിൻസിനെ സംബന്ധിച്ചിടത്തോളാണെന്നുണ്ടെങ്കിലും. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൂമേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ആളുകൾ പറയുന്നത് US ഇപ്പോൾ മെയ്ഡ് ഇൻ USA ക്രിപ്റ്റോ കറൻസികൾ, അപ്പോൾ US ഹെഡ് ക്വാർട്ടേഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസികൾക്ക് ടാക്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതേസമയം ഔട്ട്സൈഡ് നോൺ US ക്രിപ്റ്റോ പ്രൊജക്ട്സിനാണെന്നുണ്ടെങ്കിൽ ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് ക്ലാരിറ്റി വരാനുണ്ട്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെല്ലാം ഓൾറെഡി മെയ്ഡ് ഇൻ USA എന്നുള്ളൊരു നരേറ്റീവ് എല്ലാം ഓൾറെഡി ബിൽഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പല ആളുകളും ഈ ക്രിപ്റ്റോ കമ്മിറ്റിയിലും ഒക്കെ ഉള്ള പല ആളുകളും മുന്നേ പല ക്രിപ്റ്റോ കറൻസികൾ, സ്പെസിഫിക് ആയിട്ടുള്ള പല ക്രിപ്റ്റോ കറൻസിയിലും ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ ഡേവിഡോ സാക്സ് സൊലാനയിലുള്ള ഒരു VC ഇൻവെസ്റ്ററാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ക്രിപ്റ്റോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പോളിസി കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസിനെ ബാധിക്കുന്ന രീതിയിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ക്രിപ്റ്റോ കറൻസികളായിരിക്കും, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് ക്ലാരിറ്റി ഇനിയും വരാനുണ്ട്. അപ്പോൾ ഒരുപാട് ക്ലാരിറ്റി ഇനിയും വരാനുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും വരുന്ന ദിവസങ്ങളിൽ, വരുന്ന മാസങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു ക്രിപ്റ്റോ മേഖല ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു 6 മാസം മൊത്തത്തിൽ ഒരു റെഗുലേറ്ററി ക്ലാരിറ്റി വരാനുള്ള ഒരു സമയമായിരിക്കും US സംബന്ധിച്ചിടത്തോളം. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടൈം ഫ്രെയിം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ഒരു ജനുവരി 20-ാം തീയതിയാണ് ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പാസ്സാക്കിയിരിക്കുന്നത്. സോ അടുത്ത ഒരു മാസം എന്ന് പറയുന്നത് ഫെബ്രുവരി 20-ാം തീയതി. അടുത്ത 2 മാസത്തിൻ്റെ ഉള്ളിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയായിരിക്കും ഒരു ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ ഉള്ളിൽ, അതായത് മാർച്ച് 22-ാം തീയതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ക്ലിയർ ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ വരുന്ന മാസങ്ങളിൽ അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ക്ലാരിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു 2 മാസം വളരെ വോളട്ടൈൽ ആവാനുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് നടപ്പിലാക്കാൻ പോകുന്നത്, അത് എന്തൊക്കെ കാര്യങ്ങളാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരാൻ പോകുന്നത്, അതിനനുസരിച്ചിട്ട് ഈ ഒരു ക്രിപ്റ്റോ മേഖല മൊത്തത്തിൽ സ്പെസിഫിക്കലി ഈ ഒരു ആൾട്ട് കോയിൻ മേഖല വോളട്ടൈൽ ആവാനുള്ള സാധ്യതയുണ്ട്. 6 മാസത്തിൻ്റെ ഉള്ളിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള റെഗുലേഷൻ വരുന്നതോട് കൂടിയിട്ട് തന്നെ അടുത്തൊരു 6 മാസം വളരെ വലിയൊരു ബുൾ മാർക്കറ്റ് ആയിരിക്കും. മൊത്തത്തിലൊരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞ് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു മൊത്തത്തിലുള്ള ഒരു ക്രിപ്റ്റോ മേഖല. ഇതേപോലെ തന്നെയാണ് നമ്മൾ 2017 മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 6 മാസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വോളട്ടൈലും ആയിരുന്നു. അതേപോലെ തന്നെ ആ ഒരു കംപ്ലീറ്റ് ബുൾ മാർക്കറ്റിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഓവറോൾ മൊത്തത്തിലുള്ള റിട്ടേണിൻ്റെ വളരെ കുറച്ച് പെർസെൻറ്റേജ് റിട്ടേൺ ആണ് ആദ്യത്തെ 6 മാസം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം 6 മാസം 232% ബിറ്റ്കോയിൻ മുകളിലോട്ട് പോയത്. പക്ഷേ അതിനുശേഷം ജൂലൈ മുതൽക്ക് ഡിസംബർ വരെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 600% ആണ് മുകളിലോട്ട് പോയത്, 559%. സോ മിക്കവാറും ഇതേപോലെ ആവാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ഒരു 2 മാസം ഈ ഒരു റെഗുലേറ്ററി ക്ലാരിറ്റി ഒക്കെ വരാനുള്ള ഒരു സമയം. അപ്പോൾ വളരെ വോളട്ടൈലായിരിക്കും. അതിനുശേഷം ഒരു സൈഡ് വൈസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രെൻഡ് വരികയും അടുത്ത ഒരു 6 മാസം ഒരു ഫൈനൽ ലെഗ് ഓഫ് ദിസ് ബുൾ മാർക്കറ്റ് അടുത്തൊരു അവസാനത്തെ ഒരു 2 ക്വാർട്ടർ വളരെ നല്ല രീതിയിൽ മൊത്തത്തിൽ ബിറ്റ്കോയിൻ ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ആൾട്ട് കോയിൻ മേഖലയൊക്കെ മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. സോ 2 കാര്യങ്ങളാണ് ഉള്ളത്. നിങ്ങൾ ബിറ്റ്കോയിനിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള റെഗുലേഷനെ കുറിച്ചൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. സോ എന്തൊക്കെ റെഗുലേഷൻ വന്നാലും അത് ബിറ്റ്കോയിനെ പോസിറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. ഇതിപ്പോൾ ഇത്തരത്തിലുള്ള ബാങ്ക് കസ്റ്റഡി ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള റെഗുലേഷൻ വരുന്നതാണെന്നുണ്ടെങ്കിലും ബിറ്റ്കോയിൻ ഓൾറെഡി ഒരു കംപ്ലീറ്റ്ലി ലെജിറ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു അസറ്റായി ഓൾറെഡി മാറി. അത് കാരണം കൊണ്ട് തന്നെ
ഇതിൽ എന്തൊക്കെ റൂൾസ് വന്നാലും അതൊക്കെ എങ്ങനെയെങ്കിലും ബിറ്റ്കോയിനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്, നെഗറ്റീവായി ബാധിക്കുന്നതിനേക്കാളും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇതിലൊന്നും പേടിക്കാനില്ല. എത്രത്തോളം അതായത് ബിറ്റ്കോയിൻ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ബിറ്റ്കോയിൻ വാങ്ങുക എന്നുള്ളതാണ്. ബാക്കിയുള്ള ആൾട്ട് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഇത്തരത്തിലുള്ള റെഗുലേഷൻ ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യുക. ഏതൊക്കെ നിങ്ങളിപ്പോൾ ഓൾറെഡി നിലവിൽ ഹോൾഡ് ചെയ്യുന്ന ക്രിപ്റ്റോ കറൻസികൾ എങ്ങനെ ഇതൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്, അത്തരത്തിലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ 30% US ടാക്സ്, US ക്രിപ്റ്റോ കറൻസിക്ക് ടാക്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇപ്പോൾ മറ്റുള്ള US ക്രിപ്റ്റോ കറൻസികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് പെർഫോം ചെയ്യാനുള്ള സാധ്യതയില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ പോർട്ട്ഫോളിയോ കാര്യങ്ങളൊക്കെ റീബാലൻസ് ചെയ്യുക. ഒഴിവാക്കാനുള്ള ക്രിപ്റ്റോ കറൻസികൾ ഒഴിവാക്കുക, ആഡ് ചെയ്യാനുള്ള ക്രിപ്റ്റോ കറൻസികൾ ആഡ് ചെയ്യുക. അതിനൊക്കെ ഒരു പീരീഡ് ആയിരിക്കും ഈ ഒരു അടുത്തൊരു 2-3-4 മാസം എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഈ ഒരു റെഗുലേഷൻ അനുസരിച്ചിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി ഇൻഫോർമേറ്റീവായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.